മാത്രം വെള്ളക്കാർഡ്, അപ്പത്തെല്ലാം മഞ്ഞക്കാർഡ്. പിന്നെ ഇന്നിപ്പോ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാ? ഇല്ല, വീട്ടിലില്ലേ? കഞ്ഞി വെക്കണം. കഞ്ഞിന് വെക്കണം. അപ്പൊ ഇപ്പം കഞ്ഞിക്കെല്ലാം എങ്ങനെയാണ്? 10 റുപ്യക്ക് കാക്കിലരിയാണ്. 10 റുപ്യക്ക് കാക്കിലരിയ? പിന്നെ കാക്കിലോ കിട്ടില്ല, 200 ഗ്രാം കിട്ടുക. ഇന്നത്തെ കാലത്ത് ആരും കാക്കിലരിയെല്ലാം വാങ്ങും. എന്തൊരു കാട്ടാണ്. ഞാൻ എല്ലാവർക്കും വലിയ ഓഫീസില്ല, അതുകൊണ്ടെല്ലാം എനിക്ക് മാത്രം വെള്ളം ഇവർക്കെല്ലാം ഭംഗിയ. അതുപോലെ അപ്പുറത്തെല്ലാം വീടാ ആടെത്തിയ റോഡ് എന്ന് പറയാം. എന്റെ ആടെ നോക്കി വലിയ പോയി ആടെ 4 വട്ടം എനിക്ക് സോപ്പ് വെച്ചിട്ട് സോപ്പ് മാക്കിയിട്ട് കയ്യും കാലം പോകുന്നു. നിന്റെ കാർഡ് വെള്ളക്കാർഡാ? പൈസക്കാരന്റെ കാർഡ് അല്ലേ? അപ്പുറത്തെല്ലാം പറഞ്ഞ ആളെല്ലാം കുറച്ചിട്ട് ഇഷ്ടംപോലെ സ്വത്തുണ്ട്. പിന്നെ എന്റെ അപ്പുറത്തെല്ലാം വീടാ തനക്ക് പിന്നെ തലയാക്കി പോയിട്ട് ഒന്നും ശരിയാക്കി തന്നില്ല. എനിക്കിപ്പോ പെൻഷനും ഇല്ല, ലോട്ടറി ബോണസ് കിട്ടുന്നു. ആദ്യം 4027 കിട്ടിയില്ല, പിന്നെ 6000 കിട്ടിയില്ല, ഇപ്പൊ 7000 കിട്ടിയില്ല. ബാങ്കിൽ പോയപ്പം വന്നിട്ട് നാടെ വിളിച്ചാൽ തന്നെ ചീത്ത പറയുന്നു. കളക്ടറെ കണ്ട് കൊറേ കണ്ട് എന്നിട്ട് ആടെ പോലീസുകാരെല്ലാം കൂടി തന്നെ അടിച്ചത് ഇന്നലാടാന്നും പറഞ്ഞു. അടിക്കാനാ? ഈ എന്തെങ്കിലും അടിക്കാനുള്ള രൂപം ഉണ്ടാകും? വീടിന്റെ മൂസാക്കാന്റെ വീട് പട്ടീന്റെ പോലെയാണ് തന്നെ നടുവ് കൂറാളിന്നതാ. CC ക്യാമറ ഉണ്ടാവില്ല, കാണുന്നില്ല. ആടുന്ന് തന്നെ ചീത്തയെല്ലാം പറഞ്ഞിങ്ങനെ ഒരാള് കള്ളും കുടിച്ച എന്റെ പൈസയും കുടിച്ചിട്ട് ആടെ അടിച്ചിട്ടാണ് ഇട്ട് ഇങ്ങനെ ഇരട്ടിട്ടിരിക്കേ. കളക്ടർക്കെല്ലാം പരാതി കിട്ടും, എനിക്ക് മാത്രം വെള്ളക്കാർഡാ, അനക്ക് അരി കിട്ടുന്നില്ല. 10 റുപ്യക്ക് 200 വില 200 അരിയെ കിട്ടും, വാങ്ങിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നു ഓരോ ദിവസം. ഒരേ വീട് തന്നെയാണ്. ഇതാ വെറുതെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുക. ആളുക പോലീസുകാർ കുറെ വട്ടം പരാതി എടുത്ത് കളക്ടറിൽ വീണിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാളും തന്നിട്ടില്ല. ഗുളിക തീർന്നേരം മെമ്പർ സസ്പെൻഡ് എന്നിട്ട് തന്നിട്ടില്ല. കള്ളാസൊരു കാര്യമുണ്ട്. ഒരു ദിവസം പോലീസ് എടുത്ത് കാഞ്ഞിരോട് പോയിട്ട് അങ്ങനെ പറഞ്ഞ് ഗുളികയില്ല, പൈസ കൊടുത്ത് ഗുളിക വീട്ടിൽ നിന്ന്. അങ്ങനെ എത്ര ആള് കൊറോണ പിടിച്ച് ആവുന്നുണ്ട്. പോയി ചാടാന്നൊരു 4 ഒറ്റ ഇതെല്ലാം ഉള്ളത് സത്യം തന്നെയാണ് പറയുന്നത്. അതല്ല കാഞ്ഞിരോട് നിനക്ക് പുരുഷോട്ടെ കുടിച്ചോട്ടൊക്കെന്നാണ് ഗുളിക എടുത്ത് സയറിന്റെ അടുത്ത്. എന്നിട്ട് അതിന് 10 മുട്ടക്ക് എന്നിട്ട് അത് പൈസയും കൊടുത്ത് ഗുളിയില്ല. വീട്ടിൽ കൊറോണ പിടിക്കുക. എനിക്ക് ഇവിടെ കൂടാളില് ക്ഷീണിട്ട് പിന്നെ അപ്പുറത്തെ പുയ്യാപ്പിള ഇറക്കി ഗുളിക കൊണ്ട് തന്നെ പോരാത്തതിന് ഇതാ ആടിന് കള്ളും കുടിച്ചിട്ട് അടി. എന്തിനാ ഇങ്ങനെ എല്ലാവരും പിന്നെ അടിക്കുന്നു? അതിന്റെ പൈസ പിടിച്ചിട്ട് മുന്നേ കൊറോണന് മുന്നേ വീട് ഇങ്ങനെ പിടിപ്പിച്ച് എന്നിട്ട് അവര് ഒരിക്കൽ കൂട്ടിപ്പോയി. ശരിക്കും എനിക്ക് എന്താണ് പറ്റിയ? ആദ്യം മുതൽ എന്താ അതിങ്ങനെ പണ്ട് വസ്തെറിച്ച് പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ അന്ന് വീട് ഓണത്തിന് ഇപ്പാന്ന് നല്ലോണായ നല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് കാണുമ്പോ ചിലപ്പോ ആൾക്കാർ വിചാരിക്കും ഈ മദ്യപിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇത് ഇങ്ങനെ നരമ്പിന്റെ അസുഖം അടക്കും. മംഗലാപുരം ഡോക്ടർ ഡിസ്ട്രിക്റ്റിന്റെ അടുത്താണ് പോയി കാണിക്കാൻ. എന്നിട്ട് സുഖായതാ. എന്നിട്ട് ഇരുട്ടി പോയിട്ട് ഇങ്ങനെ നോക്കി മോനെ നിൽക്കുന്നു. ഇങ്ങനെ തിരിക്കുമ്പോ ഇവിടുത്തെ എല്ല് പോയി. അതാണ് ഇങ്ങനെ ചങ്ക് മേലോട്ട്. അനക്ക് എന്തെങ്കിലും ഒരു 10 റുപ്യ എന്തെങ്കിലും ഇട്ടത് അനക്കൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്റെ ഈ രോഗം എങ്ങനെയൊന്ന് മാറ്റി തന്നാ മതി. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിൽ പോവാനാ. ആടെയാണ് സ്ഥിരമായിട്ട് കാണിക്കുന്നത്. അടുത്ത ഗുളിയാണ് ഇപ്പൊ കുടിക്കുന്നുണ്ട്. എത്രക്കായ 3-4 കൊല്ലായി ഗുളിക തന്നെ കുടിക്കുന്നുണ്ട്. ഇപ്പൊ പൈസയൊന്നുമില്ല. ഗുളിക കുടിക്കാന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കണ്ട. ഭക്ഷണം കഴിക്കാനോ ഒന്നും തിന്നാനൊന്നും കഴിയുന്നില്ല. 10 റുപ്യക്ക് 200 ഗ്രാം അല്ല 250 ഗ്രാം അരി വാങ്ങൂല, കഞ്ഞി വെച്ചിട്ട് കുടിക്കുക.
പിന്നെ നീ ഇടക്കിടക്ക് പോകുന്നു പറഞ്ഞ് അതുപോലെ വലിയ പുഴയില് പോകുന്നു അത് ഞാൻ താറ്റയുടെ അമ്പലത്തിൽ പോയിട്ട് രാത്രിയല്ല കുറച്ച് ചോറ് തിന്നിട്ട് വൈകുന്നേരം 5-5:30 മണിയോളായിട്ടുണ്ടാവും. കറണ്ടെങ്കിലും ഇല്ല. നോക്കുമ്പോ ഇതാ അടിച്ചിട്ട് ഇതാ ഈ പാലത്തിന് ഇരട്ടി അടി താല. എന്നിട്ട് താഴെ വീണ് താഴെ ഇതിന്റെ അകത്ത് പൂണ്ട് ഇതാ തലയില്. അന്റെ പോരാ ദൂരെ കഴിയ അപ്പുറത്തെല്ലാം ഇതായിരുന്നു. ഇവിടെ മാത്രം ഒന്നും ശരിയാക്കിയില്ല. കൊറേ വട്ടം വീണ് കുഴി തന്നെ. ഒരിക്കൽ സോപ്പിന് കടഞ്ഞിട്ട് താഴെ പിന്നെ കൈയെല്ലാം മുറിഞ്ഞ് കണ്ണൂര് ഗവൺമെന്റ് ഓഫീസില. അപ്പൊ ഈ ഒരു കുഴി മൂടണം അല്ലെ? അത് നിർബന്ധമായിട്ടും മൂടണം അല്ലെ? മെമ്പറെല്ലാം വന്ന് നോക്കിയിരുന്നു, പക്ഷെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. കൂടാളി പഞ്ചായത്ത് ഷൈമേച്ചെല്ലാം പറഞ്ഞ് ശരിയാക്കാന്ന്. പിന്നെ മെമ്പർ കൃഷ്ണേട്ടന്, പക്ഷെ ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടൊന്നുമില്ല. അതാ നോക്കറ അധികാരപ്പെട്ടവര് ഈ ഒരു കാഴ്ച കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയാക്കി കൊടുക്കണം. കാരണം നടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്. തീരെ വയ്യാത്ത ഫുള്ള് കുയ്യാണ്ടാ നോക്കറ തെറ്റും പൊട്ടിയിട്ട്. സീസ് എന്ന് പറഞ്ഞ ഇവരുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന ഈ കൂടാളി പഞ്ചായത്തിലെ താറ്റിയോട് എന്ന പ്രദേശത്ത് ഈ വയലിലൂടെ നടന്നു പോകുന്ന വഴി ഈ അസീസിനെ ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ ആ വരമ്പിന് ഇതാണ് അവസ്ഥ. ഇതിലൂടെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഒരു വർഷങ്ങൾ തന്നെ ആയി. പക്ഷെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു ഇടപെടൽ ഇവിടെ കാണുന്നില്ല. ദയവായി നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഈ കൂടാളി പഞ്ചായത്തിലെ അധികാരികപ്പെട്ട ആൾക്കാർ ഇതൊന്ന് കാണുകയും ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ അസീസ് എന്ന് പറഞ്ഞ ആളാണ് ഈ വഴി ഇങ്ങനെ നമ്മുടെ ഈ കൂടാളി പഞ്ചായത്തിലെ ഈ താറ്റിയുടെ ഈ വയൽക്കരയിൽ ഈ കുഴിയിലാണ് ഇദ്ദേഹം വീണ്ടും അവശനായി ഒരു രോഗിയായി